നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. അതിനാടകീയതകൾ ആവോളം നിറഞ്ഞ പ്രചാരണ യുദ്ധ കോലാഹലങ്ങൾക്കൊടുക്കം പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ചെന്നു. നമ്മൾ ഈ പ്രചാരണ കാലത്ത് കണ്ട വലിയ ആവേശവും ചൂടുമൊന്നും പക്ഷെ പോളിങ്ങിൽ കാണുന്നില്ല. മന്ദഗതിയാണ്, ശോകമാണ് കാര്യങ്ങൾ ഇതുവരെ. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ പോളിംഗ് ഇത്ര കണ്ട് ആവേശപൂർവ്വം ഇത്ര വലിയ ഏറ്റുമുട്ടലൊക്കെ ഈ പ്രചാരണ കാലത്ത് നടന്നിട്ട് എന്തുകൊണ്ട് പോളിംഗ് കുറയുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ മന്ദഗതി ആരെ ബാധിക്കും, ആർക്ക് തുണയാകും എന്നൊക്കെയുള്ള കണക്കൂട്ടലുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ വിഷയം സംസാരിക്കണം. അജിംസ്, നമ്മളിപ്പോൾ ഈ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും മാത്രമേ ആവശ്യം കണ്ടുള്ളൂ, നാട്ടുകാർക്ക് എന്തോ ഒരു താല്പര്യം കാണാത്തത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ഉപതെരഞ്ഞെടുപ്പാണ്, രണ്ട് ഇതിൽ ആര് ജയിച്ചാലും സംസ്ഥാനത്തിൻ്റെ ഭരണം മാറാനൊന്നും പോകുന്നില്ല. പിന്നെ അപ്പോൾ ഒരു വോട്ടർ ഫാറ്റിക് സ്വാഭാവികമായിട്ടുണ്ടാവും. വോട്ട് ചെയ്യാൻ പോയിട്ടും കാര്യമൊന്നുമില്ലെന്ന് ആളുകൾക്ക് തോന്നിയേക്കാം, അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് പ്രധാനമായി ഇപ്പോൾ ചേലക്കരയിലും പോൾ പെർസെൻറ്റേജ് കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കാൻ വരുന്ന സമയത്ത് തന്നെ 60% സംതിങ്ങേ ഉള്ളൂ. അവസാന തെരഞ്ഞെടുപ്പിലാണ്ട് 75% പോളിംഗ് നടന്നതാണ് നിയമസഭയിൽ. അപ്പോൾ ഈ 60% എന്ന് പറഞ്ഞാൽ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ആശങ്കാജനകമാണ് കാര്യങ്ങൾ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ത്രികോണ മത്സരമായതുകൊണ്ട് തന്നെ പോൾ പെർസെൻറ്റേജ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം മൂന്ന് മുന്നണികൾ തമ്മിലുണ്ടാവും. അത് മാർജിൻ കുറയ്ക്കും, വിജയത്തിൻ്റെ മാർജിൻ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് കൂടുതൽ ആശങ്കയുണ്ടാക്കുക എനിക്ക് തോന്നുന്നു BJPക്കാണെന്നാണ്. കാരണം BJPയെ സംബന്ധിച്ച് BJPയുടെ ഏറ്റവും വലിയ ആവലാതി എന്ന് പറയുന്നത് അവരുടെ വോട്ടുകൾ വേണ്ട വിധത്തിൽ പോൾ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന പ്രതിസന്ധി. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കാത്തത് എന്ന് തുറന്ന് സമ്മതിക്കുന്ന BJP നേതാക്കളുണ്ട്. അവരുടെ വോട്ടുകൾ, അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ ഒരു തെരഞ്ഞെടുപ്പിലും കൃത്യമായി പോൾ ചെയ്യപ്പെടാറില്ല എന്നാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ RSS ആ മണ്ഡലത്തിലിറങ്ങി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് അവർ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും പോൾ പെർസെൻറ്റേജ് കൂടുന്നില്ല എന്നുള്ളത് BJPയെ ഒന്നാമതായി ആശങ്കയിലാക്കും. രണ്ടാമത് UDFനെ സംബന്ധിച്ച് UDF കഴിഞ്ഞ തവണ ചെറിയ മാർജിനിൽ ജയിച്ചതാണ്. അത് പക്ഷേ 75% പോൾ പെർസെൻറ്റേജ് ഉള്ള സമയത്താണ്. 75% പോൾ പെർസെൻറ്റേജ് ഉള്ള സമയത്ത് ചെറിയ മാർജിൻ ജയിച്ചു എന്നതിനർത്ഥം അവിടെ പോൾ പെർസെൻറ്റേജ് കൂടുമ്പോൾ BJPക്ക് വോട്ട് കൂടുന്നതാണ് അതിനർത്ഥം. BJPക്ക് വോട്ട് കൂടുന്നതുകൊണ്ടാണല്ലോ ഇവരുടെ ഭൂരിപക്ഷം കുറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും പോൾ പെർസെൻറ്റേജ് കുറയുമ്പോൾ അതിലൊന്നാമതായിട്ട് ഹിറ്റ് ചെയ്യുന്നത് BJPക്ക് ആയിരിക്കും. BJPയുടെ വോട്ട് കുറയും, അവർക്ക് ജയിക്കാനുള്ള വിന്നബിലിറ്റി കുറയുകയും ചെയ്യും, അവരുടെ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടാതിരിക്കുന്നതെങ്കിൽ. മൂന്നാമത്തെ സെനാരിയോ LDFനെ സംബന്ധിച്ച് അവർക്ക് വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. LDF അവകാശപ്പെടുന്നത് അവരാണ് 2ാം സ്ഥാനത്ത്, BJP 3ാം സ്ഥാനത്തേക്ക് പോയെന്നാണ്. അങ്ങനെ ഒരു സെനാരിയോയും വന്നുകൂടായികയില്ല. കാരണം LDF എല്ലാ തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ സരിൻ വോട്ട് ശതമാനം വർദ്ധിക്കുകയാണെങ്കിൽ ഈ LDF പറയുന്നത് പോലെ BJP 3ാം സ്ഥാനത്തേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. കുറേ വോട്ട് പോൾ ചെയ്യാതിരിക്കുകയും LDF കുറേ കൂടി കൂടുതൽ വോട്ട് പിടിക്കുകയും ചെയ്താൽ BJPയുടെ വോട്ട് ഗണ്യമായി കുറയും. അങ്ങനെ ഒരു സെനാരിയോയും സംഭവിക്കാം. പക്ഷേ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് UDF ജയിച്ചാലും അവരുടെ മാർജിൻ കുറയും, BJPയുടെ വിന്നിങ് സാധ്യത ഉറപ്പായും കുറയും. ഇപ്പോൾ 70%-ലേക്ക് മുകളിൽ പോയില്ല, 5% വോട്ടെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ പ്രശ്നമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ ആദ്യത്തെ 2-3 സെനാരിയോ അതിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ചെറിയ മാർജിനിൽ ജയിക്കാൻ കഴിയൂ, ആര് ജയിച്ചാലും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ അത് ഈ വോട്ടർമാരുടെ താല്പര്യമില്ലായ്മ ആരെ കാര്യമായി ബാധിക്കാനാണ് സാധ്യത? അല്ല, ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു സൈഫും ഇപ്പം അജ്മിസ് പറഞ്ഞതുപോലെ ഈ BJP വിചാരിച്ചതുപോലെ ടേൺ ഔട്ട് കൂടുന്നില്ല എന്നുള്ളത് അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നിരിക്കെ തന്നെയും ഈ പോളിംഗ് ശതമാനത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് വ്യക്തമായൊരു സൂചന കണ്ടെടുക്കുക. അത് പണ്ട് പോളിംഗ് ശതമാനം കൂടിയാൽ UDFന് ഗുണം ചെയ്യും, കുറഞ്ഞാൽ LDFന് എന്നൊക്കെ പറഞ്ഞ പഴയ കഥകളുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും അപ്രവചനീയത എന്ന് പറയുന്ന സംഗതി ഈ പോളിംഗ് ശതമാനത്തിനകത്തും വന്നു ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അവിടുത്തെ എന്താണ് ആളുകളുടെ മനസ്സിലുള്ള എന്നുള്ളത് കൗതുകരമായ കാര്യം. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, ഷബീർ ഒമർ നമ്മുടെ റിപ്പോർട്ടറോടുണ്ട്. അപ്പോൾ ഷബീർ ഇങ്ങനെ ആവർത്തിച്ച് എല്ലാ വോട്ടർമാരോടും ക്യൂവിൽ നിൽക്കുന്നവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യുന്നത്, അതോ നിങ്ങൾ രാഷ്ട്രീയം, നിങ്ങളുടെ ഉള്ളിലെ സ്ഥിര രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയം വെച്ചിട്ടാണോ വോട്ട് ചെയ്യുന്നത്, അതോ നിങ്ങൾ വികസനത്തിനാണോ വോട്ട് ചെയ്യുന്നത്? ഈ 3 ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ആളുകൾ മറുപടി പറയുന്നത് വളരെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല ശതമാനം ആളുകൾ അതിനകത്ത് പറയുന്ന മറുപടി, വികസനം ഞങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതിയാണ്, വർഗീയതയ്ക്കെതിരാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. വർഗീയതയ്ക്കെതിരായിട്ടാണ് വോട്ട് ചെയ്യുന്നത് പറയുന്ന ആളുകളുടെ എന്തിനാണ് അവർ വോട്ട് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്.
ഐ തിങ്ക് അത് UDF-നെ സംബന്ധിച്ച് കുറച്ചുകൂടെ പ്രതീക്ഷാ നിർഭരമാണ്. കാരണം വർഗീയതയ്ക്കെതിരാണെന്ന് പറയുമ്പോൾ LDF വർഗീയതയ്ക്ക് അനുകൂലമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു BJP ജയിക്കാതിരിക്കാൻ UDF-നെ ജയിപ്പിക്കണം എന്നുള്ളൊരു ക്യാമ്പയിൻ വലിയൊരു UDF അവിടെ നടത്തിയിരുന്നല്ലോ. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ റിഫ്ലക്ഷനായിട്ട് വേണമെങ്കിൽ എടുക്കാൻ കഴിയുന്ന ഒരു ആൻസറാണത്. പിന്നെ ചില ആളുകൾ വികസനമേ ഇവിടെ ഇല്ല, കുറേ കാലമായിട്ട് വികസനമില്ല, അപ്പോൾ വികസനം പാലക്കാട് മാത്രം ഇല്ലാതായി കിടക്കുകയാണ്, വികസനം കൊണ്ടുവരാൻ വേണ്ടി വോട്ട് ചെയ്യണം, അതിന് ഞങ്ങൾ ദുബൈയിൽ നിന്ന് വന്നതാണ്, ചില ആളുകൾ ഞങ്ങൾ ദേശീയതയ്ക്കൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിച്ച് വന്നവരാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അത് BJP മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്ന സംഗതിയുള്ളൂ. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇവിടെ കനത്ത മത്സരം നടക്കുകയാണ്, പ്രവചിക്കാനൊന്നും പറ്റില്ല, കനത്ത മത്സരം നടക്കുകയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൗതുകരമായിട്ടുള്ള മറുപടി തുടർച്ചയായിട്ട് ഒരേ അഭിപ്രായം പറയുന്ന പല സെക്ടറിലുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണുമ്പോൾ നമുക്ക് ചില സൂചനയുണ്ട്. അതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കഴിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് നമ്മളൊരു അഭിപ്രായം ആ നിലയ്ക്ക് എടുത്ത് പറയണമെന്ന് ഓർത്തിട്ടാണ്. എന്നാൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ഉണ്ടാക്കിയ ഒരു ആവേശവും അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്ത ഒരു സ്ഥലത്ത് ആ പ്രതീക്ഷിച്ച പോലെയുള്ള വോട്ട് ടേൺ ഔട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിൽ തന്നെ BJP വിചാരിച്ച ഇടങ്ങളിൽ നിന്ന് RSS ആഞ്ഞ് പണിയെടുത്തിട്ടും ഒരുപാട് ബൈഠക്കുകൾ നടത്തിയിട്ടും അവർക്ക് ആളുകളെ ഇളക്കി കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളത് BJPയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഒന്നായിരിക്കും. ഇതിപ്പോൾ BJPക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ BJPയുടെ വോട്ട് കുറയ്ക്കുന്ന നിലയ്ക്കാണ് ഇത് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ LDF അവകാശപ്പെടുന്നത് പോലെ അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാനൊക്കെ പറ്റും. മുന്നേറ്റം എന്ന് വെച്ചാൽ ഏത് വരെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. ആഫ്റ്റർ ഓൾ ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ വിശദമായിട്ടും ആഴത്തിലൊന്നും പറയാൻ പറ്റുന്ന ഒരു സമയമല്ലാന്ന് തോന്നുന്നു, പറയേണ്ട സമയമല്ല. സോ അതുകൊണ്ട് നോക്കാം. എന്തായാലും പ്രതീക്ഷിച്ച തരത്തിൽ ആളുകൾക്ക് ആവേശം കാണുന്നില്ല എന്നുള്ളതൊരു കൗതുകരമായ ഘടകമാണ്. അത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ നോക്കണം. എന്തായാലും ഫൈനൽ ഫിഗർ വന്നിട്ടില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ തവണത്തെ ഈ സമയം വരെയുള്ള പോളിംഗ് താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിറകിലാണ്. എന്തായാലും ഇതാരെ തുണയ്ക്കും, ഏത് ക്യാമ്പിനാണ് കാര്യമായ, ഏത് മേഖലകളിലാണ് കാര്യമായ വോട്ട് കുറഞ്ഞത് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് വിശദമായി അതിനകത്ത് സംസാരിക്കാം.